ശ്വേത അടക്കമുള്ള ആളുകളുടെ രാജി ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അൻസുബ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, സഞ്ജീവനി പദ്ധതി സഞ്ജീവനി പദ്ധതി തുടങ്ങുന്നത് ഷാർപ്പായിട്ട് പറയണമെങ്കിൽ നമ്മൾ അഡ്ഹോക്ക് കമ്മിറ്റി ഹേമ കമ്മിറ്റി ഇഷ്യൂ വന്നതിന് ശേഷം ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയായിട്ട് മാറി കഴിഞ്ഞപ്പോൾ സിദ്ദിഖിക്കയാണ് ഇതിന്റെ സഞ്ജീവനി ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഫെബ്രുവരി 2025. ചോദിക്കാവുന്ന ചോദ്യം. അപ്പം ആ സഞ്ജീവനി പദ്ധതിയായി ബന്ധപ്പെട്ട് അത് ആൾക്കാർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. എസ്പെഷ്യലി കലാകാരന്മാരിലെ ഒരു ടൈം കഴിഞ്ഞവർക്ക് അവർക്കുള്ള മരുന്ന് എന്നുള്ള ഒരു അടിസ്ഥാന സൗകര്യം. ഓക്കെ, അപ്പം ജസ്റ്റിസ് ഫോർ അൻസിബ പറഞ്ഞു എന്താ പറയാ, അതിനി തീർക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ ആണോ? ഡൗട്ട് ഇല്ലാതില്ല. കാരണം അതുപോലെ പിന്നെയും പണി കൊടുക്കാൻ വേണ്ടി ഓരോ പരിപാടികൾ ചെയ്ത് കൂട്ടുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മുടെ ഇപ്പം നമ്മൾ തുടക്കം ഒരു ഇൻട്രോ വെച്ചത് റോണി ഡോക്ടറാണ്. അദ്ദേഹം ഈ പറയുന്ന കൂട്ട് ഇപ്പം സിനിമ നടനും കൂടാണ്. എല്ലാവർക്കും അദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയാം. ഓക്കെ, അദ്ദേഹം നേരത്തെ ഡോക്ടർ, ഇപ്പോൾ സിനിമ നടനൊക്കെയാണ്. അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂഷ്വൽ സൈക്കോടെ ചാനലിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വരുവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റും പാർട്ടിയുടെ കാര്യങ്ങൾ. ഈ മെഡിസിൻ വിഷ്ണു ഉണ്ണികൃഷ്ണനെ മാറ്റി എന്തിനാണ് ഇവരൊക്കെ വന്നത് എന്നൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഈ പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, നമ്മളൊക്കെ ആരാധിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ഇത്രയും വലിയ മറ്റേ പരിപാടി കാണിക്കുന്ന ടീംസ് ആണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഓക്കെ, ഇതിപ്പം ന്യൂസിലൊന്നും നിങ്ങൾ ന്യൂസ് എടുത്ത് നോക്കും. ന്യൂസിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം 1000 1500 വ്യൂ മാത്രമേ കാണത്തുള്ളൂ ആണല്ലോ. നമ്മൾ ചെയ്യുമ്പോഴും കുറച്ചുള്ളൂ. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പെണ്ണിന് നീതി കിട്ടണം എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റിസ് ഫോർ അൻസിബ എന്നും കൂടെ കമൻറ്റ് ഇടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതും കൂടെ എഴുതിക്കോ. പിന്നെ ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഹൈപ്പും കൂടെ കൊടുത്തേക്കുക. പരമാവധി ഇതൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കുക. ഇത് കുറച്ച് ആൾക്കാരുടെ അടുത്ത് എത്തേണ്ട വിഷയങ്ങളാണ്, മനസ്സിലായോ? എന്തായാലും നമുക്കിന്ന് രമേശ് പിഷാരടി പറയുന്നത് കേൾക്കാം. നമ്മുടെ ശ്വേത ചേച്ചി പബ്ലിക്കിൽ വന്നിട്ട് ഞാൻ രാജിവെക്കുമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ രാജിക്കത്തോ കാര്യങ്ങളോ ഒരു മെയ്ഡ് പോലും ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വരെ പോയിട്ടില്ല. പിന്നീട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ രമേശ് പിഷാരടി സംസാരിക്കുന്നത് എന്ന് കേൾപ്പിക്കാം. പിന്നെ കുറച്ച് യൂഷ്വൽ സൈക്കോ പറയുന്ന കുറച്ച് തെളിവുകളും കാര്യങ്ങളുണ്ട്, അതും കൂടെ ഞാനെന്ന് വെച്ചുതരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക, ലൈക്കും കൂടെ അടിച്ചേക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്തേക്കുക. ഓക്കെ, ചെയ്തത് ഇന്നാണ് ഞങ്ങൾക്ക് മെയിലിന്റെ ഉൾപ്പെടെയുള്ള ആക്സസ് കിട്ടിയത്. അപ്പോൾ ഈ മെയിലിൽ ഇങ്ങനെ ഒരു രാജിക്കത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജനറൽ സെക്രട്ടറി ആയ കുക്കു പരമേശ്വരൻ പറഞ്ഞത് ഇന്നലെ വരെ അത്തരത്തിലുള്ള ഒരു രാജിക്കത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഔദ്യോഗികമായി ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല. പക്ഷെ അവർ പ്രഖ്യാപിച്ച് പോവുകയാണ് ഉണ്ടായത്. ജനറൽ ബോഡിയിലാണ് ഇവരത് രാജി പ്രഖ്യാപിച്ചു പോയത്. അത് ചാനലിൽ വന്ന് പറയുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ജനറൽ ബോഡിയിൽ ഒരാളെ രാജി സമർപ്പിച്ചാൽ അത് ജനറൽ ബോഡിയുടെ കിഴവക്കാൻ അനുസരിച്ച് അത് അംഗീകരിക്കണമല്ലോ. ഈ രാജി പ്രഖ്യാപിക്കുന്ന ജനറൽ ബോഡിയിലാണ്. ജനറൽ ബോഡിയിൽ പ്രസിഡന്റ് രാജി പ്രഖ്യാപിക്കുന്നത്. അത് പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല, സംഘടനയിലെ അംഗത്വവും രാജിവെച്ചതാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് സംസാരിച്ചതും ഞാൻ അവർ രാജിവെക്കുന്നു, എൻ്റെ പ്രാഥമിക അംഗത്വം തന്നെ രാജിവെക്കുന്നു. തൊട്ടടുത്ത ദിവസം ഒരു ഇംഗ്ലീഷ് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിലും പറയുന്നുണ്ട് ഐ ആം ഔട്ട്, ഐ ആം നോട്ട് ഇൻ അമ്മ എന്ന് പറയുന്നത്. അമ്മയിൽ തന്നെ ഇല്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഇന്നേ ദിവസം വരെ ഞങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് അറിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പക്ഷേ ഇമെയിലിൽ ആക്സസ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. കുക്കു പരമേശ്വരൻ ഇപ്പോൾ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് രാജി ഇതുവരെ അയച്ചിട്ടില്ല. അതേസമയം മല്ലിക സുകുമാരൻ അയച്ചിട്ടുണ്ട്. അതുപോലെ ശ്രീമതി മല്ലിക സുകുമാരനും ലക്ഷ്മി പ്രിയയും രാജി ഇമെയിലിൽ അയച്ചിട്ടുണ്ട് എന്ന് കുക്കു പരമേശ്വരൻ പറഞ്ഞതാണ്. ഇല്ല, ഇതാരും തന്നെ അങ്ങനെ ഔദ്യോഗികമായിട്ട് ഇതിനകത്ത് അയച്ചിട്ടില്ല. ഇതിന്റെ ഒരു പ്രത്യേകം അങ്ങനെയല്ല. അത് അഡ്വോക്കറ്റ് കമ്മിറ്റി എങ്ങനെ നിലവിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ബോഡിയിൽ വെച്ച് ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ ഞാനും എന്റെ കമ്മിറ്റിയും രാജിവെക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ആ സാഹചര്യത്തിൽ ഈ കമ്മിറ്റി സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുക, സംഘടന കൂട്ടാൻ പറ്റുമല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഡേ ടു ഡേ ആക്ഷൻസ് നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവരത്രത്തിൽ ഇറങ്ങി പോകുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ജനറൽ ബോഡിയുടെ ഭൂരിപക്ഷത്തിന്റെ താല്പര്യപ്രകാരം ഒരു ശ്വേതമേനോൻ ഇതുവരെ രാജിക്കത്ത് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല പറ? ചുമ്മാ വായിട്ടടിച്ചാൽ പോരാ. പിന്നെ ഈ പറയുന്ന ലക്ഷ്മി പ്രിയ കൊടുത്തതാണ്. കാരണം പുള്ളി അഭിമാനിയല്ലേ. ഇപ്പം കണ്ടോ, നാളെ ഇതെല്ലാം കറങ്ങി തിരിച്ച് വരും. കാരണം ഒരുപാട് കടമ്പകൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അന്ന് ഉത്തരമുട്ടിയുണ്ട്, ചേച്ചി നൈസായിട്ടങ്ങ് ഇറങ്ങിപ്പോയി. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. ഇപ്പം ഏകദേശം ആൾക്കാർക്ക് കാര്യം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ നമ്മുടെ ഡോക്ടർ സംസാരിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വെച്ച് തരാം. ഓക്കെ, ഇതും കൂടെ ഒന്ന് കാണാം. സഞ്ജീവനി പദ്ധതി തുടങ്ങുന്നത് ഷാർപ്പായിട്ട് പറയണമെങ്കിൽ നമ്മൾ അഡ്ഹോക്ക് കമ്മിറ്റി ഹേമ കമ്മിറ്റി ഇഷ്യൂ വന്നതിന് ശേഷം ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയോട് മാറി കഴിഞ്ഞപ്പോൾ സിദ്ദിഖിക്കയാണ് ഇതിന്റെ സഞ്ജീവനി ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഫെബ്രുവരി 2025. ചോദിക്കാവുന്ന ചോദ്യം. അപ്പം ആ സഞ്ജീവനി പദ്ധതിയായി ബന്ധപ്പെട്ട് അത് ആൾക്കാർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. എസ്പെഷ്യലി കലാകാരന്മാരിലെ ഒരു
ടൈം കഴിഞ്ഞവർക്ക് അവർക്ക് മരുന്ന് എന്നുള്ള ഒരു അടിസ്ഥാന സൗകര്യം ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ എത്തിക്കുന്നു. ഒരു നല്ലൊരു അംഗങ്ങൾക്ക് ആവശ്യമുള്ളവർ. ഓക്കെ. പക്ഷെ അത് നമ്മളൊക്കെ കരുതിയിരുന്നത് അതൊരു നല്ല രീതിക്ക് നടന്നു പോവുകയായിരുന്നു എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് പറയുന്നത്, അപ്പൊ അതിനകത്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒരു മരുന്ന് കമ്പനി അത് കൊടുത്തിരുന്നു. പക്ഷെ അത് പിന്നീട് പെട്ടെന്ന് അത് മാറിയെന്നാണ് അൻസിബ് ഒരു ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് വിഷ്ണു ഉണ്ണികൃഷ്ണനായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാത്രമല്ല, വേറെ 2-3 ആൾക്കാരെയും കൂടെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. ആരാണ് ഏറ്റവും കൂടുതൽ വിലക്കുറവ് കൊടുക്കുന്നുണ്ടോ ആ വ്യക്തികൾക്കാണ് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെയാണ് ഏറ്റവും വിലക്കുറവ്. അങ്ങനെ അവനെ തന്നെ അതിൽ എന്താ പറയണ്ടേ, പുള്ളി ഏൽപ്പിക്കുകയും ചെയ്ത് ഏൽപ്പിച്ച് നല്ല രീതിയിൽ പോയപ്പോഴാണ് പുതിയ അംഗങ്ങൾ വരുന്നത്. പുതിയ അംഗങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഇഷ്ടത്തിനുള്ള ആൾക്കാരെ പിടിച്ച് നിർത്തുകയും ചെയ്ത് അണ്ണനെ നൈസായിട്ട് അങ്ങ് മാറ്റുകയും ചെയ്തു. ഇനി ഡോക്ടർ പറ കേൾക്കുന്ന സമയത്തൊരു സംഭവമുണ്ട്. അപ്പം ഇപ്പൊ ആ കലാകാരന്മാർക്കൊന്നും മരുന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മുടക്കം സംഭവിക്കുന്നുണ്ടോ? ആഫ്റ്റർ ഓൾ നമ്മളെയൊക്കെ രസിപ്പിച്ച ആസ്വദിപ്പിച്ച കലാകാരന്മാരാണ് അവർ. അപ്പൊ അവരുടെ ഒരു ലൈക്ക് ബേസിക് ആയിട്ടുള്ള ഹെൽത്തിന് എന്തെങ്കിലും ഒരു നിൽക്കുന്നത്. ഒരുപാട് നമ്മളെന്താ പറയാ, ഇത് ചരിത്രം പറയുകയാണെങ്കിൽ ഫെബ്രുവരി 2025 സിദ്ദിഖ് ബാബുജനക്കുള്ള സമയത്താണ് ഈ പരിപാടി തുടങ്ങുന്നത്. വളരെ നല്ല പ്രോഗ്രാമാണ്, പന്നെ പറഞ്ഞത് നല്ല പ്രോഗ്രാമാണ്. അപ്പൊ തുടങ്ങുന്ന സമയത്ത് അതിനകത്ത് അൻസിബ മാത്രമാണ് അതിനകത്ത് ഒരാളായിരുന്നു എന്റെ പരിപാടി കൊടുത്തിരുന്നത്. അപ്പൊ അൻസിബ അത് നടത്തി. ഫെബ്രുവരി മാസം മുതൽ ഓഗസ്റ്റ് 15 എന്ന് വെച്ചാൽ ഞങ്ങൾ ഭരണസമിതി ഞങ്ങൾ കയറുന്നത്, ഞങ്ങൾ ഓഗസ്റ്റ് 15 ശ്വേതാമേനൻ, കുക്കു പരമേശ്വരൻ, അൻസിബ, ജയഞ്ചേർത്തല, ഉണ്ണീഷോലൊക്കെ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ്. അപ്പൊ ഓഗസ്റ്റ് 15 നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൃത്യം പറയാം ഓഗസ്റ്റ് 25 ഞങ്ങളുടെ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ്. അന്ന് സഞ്ജീവനിയിൽ നിന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പിണറായി വിജയൻ സാർ നടത്തിയ പ്രവർത്തനമായിരിക്കില്ലല്ലോ വി ഡി സതീശൻ സാർ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രി വേറെയാണല്ലോ, പുള്ളി വിജയൻ സാറിന്റെ ആഭ്യന്തരമന്ത്രി വേറെയാണ്. അപ്പൊ ഇതുപോലെ തന്നെ ഇവർക്ക് മെഡിക്കൽ ഗ്രാജുവേറ്റ് ആയിട്ട് ഞാനാണ് ആപ്റ്റ് തോന്നി. പക്ഷെ ഞാനല്ല എന്റെ ഹെഡ്, അത് പുള്ളിക്കാരത്തി പറഞ്ഞുള്ള തെറ്റാണ്. ജയൻ ചേർത്തല ചേർന്നാണ് എന്റെ ഹെഡ്. അതിന്റെ താഴെ തന്നെ അഞ്ജലി നായർ, ആശാ രവിന്ദ്, പിന്നെയാണ് ഞാൻ വരുന്നത്. പിന്നെ ശേഷം നമ്മൾ ഗ്രൂപ്പായി അതിൽ തന്നെ അങ്ങനെയാണ് ഞാനല്ല എന്റെ ഹെഡ്. അപ്പോ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ജേർണലിസ്റ്റിനെ കുറിച്ച് ഞാൻ എന്നോട് സംസാരിക്കാൻ പറ്റും, എനിക്ക് പറയുന്നതിൽ പരിമിതി ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിലും എനിക്ക് അറിവ് കൂടുതലാണ്. അപ്പൊ 25 നമ്മൾ അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം ആ ദിവസം അൻസിബേന്റെ ഇൻചാർജ് മാറ്റി, സഞ്ജുവിനെ ഇത് മാറ്റി. അത് അൻസിബയ്ക്ക് വിഷമം ഉണ്ടാക്കിയിട്ട് നമുക്കറിയാതെ നന്നായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരാളെ പെട്ടെന്ന് മാറ്റുള്ള വിഷമം കണ്ടല്ലേ. നല്ലോണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ മാറ്റിയത് എന്തിനു മാറ്റി? അതാണ് ഞാനിവിടെ ചോദിക്കുന്നത്. എന്തിനു മാറ്റി? നമ്മൾ ലക്ഷ്മിപ്രിയ ചേച്ചിയെ കുടഞ്ഞതും ചേച്ചിയുടെ ചില കാര്യങ്ങളും. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ചോദ്യം ചോദിക്കുന്നവനെ ആർക്കും കണ്ടെടുത്താൽ കണ്ടുകൂടാ. ഞാനാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു വിഷയത്തിൽ ആ ഒരു വ്യക്തിക്ക്, ഞാനിപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറയുന്ന ഒരു വ്യക്തിക്കെതിരെ സംസാരിച്ചു, എല്ലാവരും അവന് സപ്പോർട്ടാണെങ്കിൽ ആ വ്യക്തി വളരെ മോശമായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാനിപ്പോഴും ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് ആർക്കും നമ്മളെ ഇഷ്ടമല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും വേണ്ട. ഈ പറയുന്ന അൻസിബ അതെല്ലാം ചോദിച്ച് കാര്യങ്ങളെല്ലാം ഓരോ കള്ളങ്ങൾ ഉൾപ്പെടെ അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനാണ് നൈസായിട്ട് പുള്ളി അങ്ങ് മാറ്റി. ഇപ്പൊ പുള്ളിക്കാരൻ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടല്ല. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും എനിക്ക് ഞെട്ടിപ്പോയ കാര്യം വെച്ചാൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും ഈ ബിസിനസ്സിൽ പങ്കാളിയാണ്. അദ്ദേഹത്തെ മാറ്റിയിട്ടില്ലെന്നല്ല, അദ്ദേഹത്തിന്റെ ബിസിനസ് ശൃംഖല, ബിസിനസ് ഏരിയ നമ്മൾ കുറച്ചു. അദ്ദേഹം പണ്ട് കോഴിക്കോട് നിന്ന് എല്ലാം ഓൾ ഓവർ കേരള സപ്ലൈ ചെയ്യുമായിരുന്നു. അതിന് പകരം നമ്മൾ 3 ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ആയിട്ട് തിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അമ്മയുടെ അടുത്ത ഭാഗത്താണ് ശ്രീ ഓമന ഔസേബ് ആന്റി, നമ്മുടെ മെമ്പറാണ്. അമ്മയുടെ ഓഫീസിൽ നിന്ന് 500 മീറ്ററേ ഉള്ളൂ. അപ്പോ ആ ആന്റിക്ക് ഒരു മരുന്ന് വേണമെങ്കിൽ കോഴിക്കോട് നിന്ന് കൊറിയർ അയക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പൊ നമുക്കിവിടെ അമ്മയുടെ ഓഫീസിൽ നിന്ന് 500 മീറ്റർ അപ്പുറത്ത് സേവനയുണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അടുത്തുള്ള മെഡിക്കൽ, എറണാകുളത്ത് ഒരു കല്ല് പറഞ്ഞ മെഡിക്കൽ ഷോപ്പിൽ വീഴും പറയാം. അപ്പൊ ഇത്രയും മെഡിക്കൽ ഷോപ്പുകളുടെ അടുത്ത് കോഴിക്കോട് നിന്ന് വരുത്തണ്ട എന്നുള്ളൊരു തീരുമാനം നമ്മളെടുത്തു. 2 കാരണമാണ് അതിനകത്ത്. ഒന്ന്, നമുക്ക് ഒരു അംഗം ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോയി പ്രിസ്ക്രിപ്ഷൻ ഇന്ന് ഡോക്ടർ മാറ്റി, മോനെ ഇന്ന മരുന്നുകൾ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫാർമസി ഉണ്ടെങ്കിൽ ഇന്ന ആൾക്ക് ഇന്നതുണ്ട് എത്തിച്ചേക്കണെന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ വീട്ടിലെത്തും. നമ്മുടെ അമ്മയിലെ അംഗങ്ങൾ എറണാകുളത്ത് മാത്രം 30 പേരാണ്. ഓമന ഔസേബ് ആന്റി, ജനാർദ്ദൻ അങ്കിള്, ബാബു നമ്പൂരി സാർ തുടങ്ങി 30 പേരുണ്ട്. അതെല്ലാം ഈ വെണ്ണല സ്റ്റേഡിയം, നമ്മുടെ കലൂര്, ചെമ്പുമുക്ക്, അങ്ങനെ പല പലയിടത്തിലാണ് കിടക്കുന്നത്. ആലുവയിലുണ്ട്, കുറച്ച് പേര് പറവൂരുണ്ട്. അപ്പോ അതുകൊണ്ട് നമ്മൾ ഈ പെട്ടെന്ന് ഉള്ള സൗകര്യത്തിനാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ ഈ കോഴിക്കോട് നമ്മൾ ഇൻസുലിൻ അയക്കുന്ന പ്രമേഹ രോഗികളെ വ്യക്തികൾക്ക് ഇൻസുലിൻ അയക്കുന്നുണ്ട്. ഇപ്പൊ ഇൻസുലിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അനുസരിക്കാൻ വെച്ചാൽ അറിവില്ലാഞ്ഞിട്ടാണ്. ഇൻസുലിൻ അയക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇത് നമ്മൾ ഒരു 8 മുതൽ 10 മണിക്കൂർ കൂടുതൽ ഇതിന്റെ ഒരു കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഇൻസുലിൻ മരുന്നുകൾ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ അത് അവിടെ നിന്ന് അയക്കുന്ന സമയത്ത് ഈ കൊറിയർ കമ്പനികൾ തന്നെ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് അത് ചിലപ്പോൾ നമ്മൾ കൽക്കട്ട് നിന്ന് അയക്കുമ്പോൾ നമ്മൾ എറണാകുളത്ത് വരുമ്പോൾ നമ്മൾ അടുത്ത ദിവസം കിട്ടില്ല. അടുത്ത ദിവസം മോർണിംഗ് കിട്ടും. അപ്പോൾ ഒരു 36 മണിക്കൂർ 48 മണിക്കൂർ ആയിക്കാണും പലർക്കും കിട്ടുമ്പോൾ. ഫോർ എക്സാമ്പിൾ ജനാർദ്ദൻ സാറ്, ശ്രീ പ്രശാന്ത് അലക്സാണ്ടർ, അതുപോലെ തന്നെ ശ്രീ രാജാ സായി, ഇവരൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു നമുക്ക് കിട്ടുന്ന മരുന്ന് പലപ്പോഴും ഉപയോഗശൂന്യമാണ്,
എന്നും പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ എറണാകുളം ട്രിവാൻഡ്രം സെപ്പറേറ്റ് ആക്കിയത്. സിംഗിൾ പോയിന്റിൽ നിന്ന് വന്നിരുന്നപ്പം ഇതിന്റെ എല്ലാ ബില്ല് കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നെന്ന് ഇതൊക്കെ അറിയാമായിരുന്നെന്നും, പക്ഷെ ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റോഴ്സ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ ഓക്കെ, എന്തായാലും ഞാൻ സൈക്കോ ചേട്ടൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അങ്ങോട്ട് വിശദമായിട്ട് മനസ്സിലാക്കി തരാം. പുള്ളിക്ക് ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരു പെണ്ണൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇൻസുലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ. നമ്മുടെ ഇവിടെ ഇൻസുലിനൊക്കെ ഉണ്ട് എൻ്റെ പൊന്നാശാനെ. എന്തായാലും പുള്ളിയുടെ വീഡിയോ നിങ്ങളത് കാണും. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ അവരൊരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്തു. ആ വീഡിയോ ഇങ്ങനെ കിടപ്പുണ്ട്, ഇൻകം ടാക്സ് റേറ്റ് ഓൺ മൈക്രോ ലാബ്സ് മാനുഫാക്ചേഴ്സ് ഓഫ് ഡോളോ 650 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിന്റെ അടിയിൽ ഈ ഡോളോയുടെ പേര് കേട്ടോണ്ട് മാത്രമാണ് അവർ എനിക്ക് അയച്ചതെന്ന് തോന്നുന്നു. അവരെന്നോട് പറഞ്ഞു ഒരു കമ്പനിക്ക് മാക്സിമം 145 to 200 crores ടാബ്ലറ്റ് വരെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റുമോ, ഇവര് 350 crore നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഇൻകം ടാക്സ് വന്നത്. അവരപ്പോൾ ആ ഇയർ തന്നെ BJPക്ക് ഫണ്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം അവർക്ക് ക്ലീൻ ചീട്ട് കൊടുത്തു. കേട്ടല്ലോ? അപ്പൊ ഈ ബാക്കിയുള്ള 150, ബാക്കി കൂടെ ഞാൻ വായിക്കാം. അതങ്ങനെ ഒറ്റയടിക്ക് 150 crore മെഡിസിൻ വെള്ളത്തിൽ അലിഞ്ഞുപോയി. ഈ ഓവർ പ്രൊഡക്ഷൻ എവിടെയെങ്കിലും ഒക്കെ വിറ്റ് ചിലവാക്കണ്ടേ? ഇതുപോലെയുള്ള സംഘടനയ്ക്കുള്ളിൽ അമ്മമാർക്കൊക്കെ നല്ല സേഫസ്റ്റ് ഓപ്ഷനാണ്. ഈ ഡോളോ 650 ആയാലും ഫ്രീക്വന്റ്ലി ഉപയോഗിക്കാൻ പാടില്ല. ഇറ്റ് ഹാസ് സൈഡ് എഫക്ട്സ്, ലിവർ ഡാമേജ് വരെ വരാം. ആ പാവങ്ങൾക്ക് ഇതെല്ലാം അറിയുമോ? മനസ്സിലായോ നിങ്ങൾ? ഈ ഡോളോ 650യുടെ പേര് പറഞ്ഞുകൊണ്ടാണ് മാത്രമാണ് ഇവർ എനിക്ക് അയച്ചു വന്നത്. അതായത് ഇങ്ങനെ ഒരു 150 crores എക്സ്ട്രാ ആക്കി അവർ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സെല്ല് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇതുപോലുള്ള സംഘടനകളാണ്. പിടികിട്ടിയോ? സംഘടനകളാണ്. കൂടാതെ BJPക്ക് പൈസ അവിടെ അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ക്ലീൻ ചീട്ട് കിട്ടിയത്. ഇതൊക്കെ വലിയ വാർത്തയായിരുന്നു. ഈ BJPക്ക് ക്ലീൻ ചീട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ BJP കാരണം ക്ലീൻ ചീട്ട് കിട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ശ്വേത ചേച്ചി, അദാനി, കോടികൾ, കൂടാതെ അവിടുന്ന് എലക്ഷന് കൊടുക്കാമെന്ന് പറഞ്ഞ കഥകൾ വരെ നമ്മൾ കേട്ടു. സോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ചാനലിൽ ഇത് കഴിഞ്ഞ 1.5 മാസം കൊണ്ട് സംസാരിച്ചു. ഇപ്പോഴേ ഇതൊക്കെ ന്യൂസിൽ വരാൻ തുടങ്ങിയതൊക്കെ. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക്. എനിക്ക് നല്ല പനി ക്ഷീണമുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതൽ എനർജി ആയിട്ട് സംസാരിക്കാത്തത്. ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളൊന്ന് കാണിച്ചു തരണമെന്ന് തോന്നിയാണ്. കണ്ടില്ലേ, പല ആൾക്കാർക്കും ഫണ്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്, സ്ഥാനാർത്ഥിയെ നിർത്താമെന്ന് പറയുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ എന്താണെന്ന് സത്യാവസ്ഥ നമുക്കറിയത്തില്ല. നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ഓക്കെ, അതൊക്കെ ഉള്ളത് കൊണ്ടാണ് എവിടെയോ ഒന്ന് കണക്ട് ആവുന്നില്ലേ. കാരണം ഒരു ബന്ധവും ഇല്ലാതെ പുള്ളി വന്ന് 650യുടെ കാര്യം പറയുകയും ചെയ്തു. എല്ലാം കൂടെ കേട്ടപ്പോ ബാക്കി നിങ്ങൾ വായിച്ചു തരാം ഞാൻ. ഇതുപോലുള്ള സംഘടന ഓക്കെ, ഈ ഡോളർ 650 ആയാലും ഫ്രീക്വന്റ് ഓക്കെ. അപ്പൊ അവർക്ക് ഇതെല്ലാം അറിയോ? ഡോളർ 650 സേഫ് ആണെന്ന് വിചാരിച്ച് വേദന വരുമ്പോഴൊക്കെ എടുത്ത് കഴിച്ചാലോ? ഇതിൽ നിന്നൊക്കെയുള്ള നല്ല കമ്മീഷൻ അടിച്ചു മാറ്റുന്നുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ എനിക്ക് ഇവര് ഫസ്റ്റ് ഈ നമ്മുടെ ഡോക്ടർ റോണിയുടെ ഇന്റർവ്യൂ അയച്ചു വന്നിട്ട് ഇവർ ഫസ്റ്റ്, ഞാൻ അവരുടെ ഡീറ്റെയിൽ ഒന്നും കാണിക്കില്ല കേട്ടോ, അയച്ചു വന്നിട്ട് അവർ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം ഇത് കണ്ടായിരുന്നോ? മൈക്രോ ലാബ്സ് ലിമിറ്റഡ് റൺ ചെയ്യുന്നത് ദിലീപ് സുരാന ആൻഡ് ആനന്ദ് സുറാന ആണ്. ഇവർ BJPക്ക് ഇലക്ഷൻ ഫണ്ട് ചെയ്യുന്നവരാണ്. ചേട്ടാ, ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. മൊത്തത്തിൽ വൽക്കീകരിക്കാൻ നോക്കുന്നതാണ്. അത് മാത്രമല്ല, ഈ മൈക്രോ ലാബ്സ് ഫേസ് മൾട്ടിപ്പിൾ ക്വാളിറ്റി കംപ്ലൈന്റ്സ്, റെഗുലേറ്ററി ആക്ഷൻസ് ആൻഡ് കംപ്ലൈന്റ്സ് ഇഷ്യൂസ് ഓവർ ദ ഇയർ ഫ്രം ബോത്ത് ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ഡ്രഗ് റെഗുലേറ്റേഴ്സ്. ഓക്കെ, അത് കൂടാതെ അവർ തന്നെ ന്യൂസ് മിനിറ്റിന്റെ ഒരു ചെറിയ റൈറ്റിംഗ് ഒക്കെ ഇട്ട് അതിനകത്ത് അവിടെ കിടപ്പുണ്ട്. പ്രീവിയസ്ലി ന്യൂസിലുണ്ട് 21 lakhs to BJP in 2015 to 16, 9 crore 9 കോടി 2017-18, 3 കോടി 2018-19, 50 ലക്ഷം 2019-20, 2 കോടി 2022-23 മൈക്രോ ലാബ്സ് എന്ന് പറയുന്ന സ്ഥാപനം BJPക്ക് കൊടുത്തിട്ടുണ്ട്. BJPയെ കണക്ട് ചെയ്യുന്ന അമ്മയിലെ കഥകൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു സംശയം ഡോക്ടർ റോണി അങ്ങ് ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അവിടെ ഇതിന്റെ പേരിൽ അങ്ങനൊന്നും അല്ല ഈ ഒരു ടാബ്ലറ്റ് കൊടുക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു സംശയം കൊടുക്കുന്നുണ്ടോ ഈ അടുത്തായിട്ട്? അൻസിബയൊക്കെ മാറിയതിനു ശേഷം, അൻസിബ ഉള്ളപ്പോ അത് നടന്നിട്ടില്ല, കൊടുത്തിട്ടില്ല. ഡോക്ടർ റോണി തന്നെ പറയുന്നു അൻസിബ വൃത്തിക്കാണ് അവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതെന്ന്. എന്തിന് നല്ല വൃത്തിക്ക് ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പെൺകുട്ടിയെ തട്ടി മാറ്റി? അത് തന്നെയാണ് ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു മാറ്റി? പിന്നെ ഡോളറുടെ കാര്യങ്ങളും അതും കൊടുത്തിട്ടുണ്ടോ? പണി പാളും, ഉറപ്പായിട്ടും പണി പാളും. കുറേ കാര്യങ്ങൾ ഇനി കൊണ്ടുവരാൻ കിടപ്പുണ്ട്. ഞാൻ ആലോചിക്കുമോ പണത്തിന് വേണ്ടി ഇപ്പോഴൊന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ചെകുത്താൻ്റെ കടയിലെ നടുക്കാണ്. ഏത് നിമിഷം വേണമെങ്കിലും അതായിരിക്കും അവസ്ഥ നമ്മുടെയൊക്കെ. ഇതൊക്കെ വന്ന് പറയുമ്പം നമ്മൾ കുറ്റക്കാരാണ്. നിനക്കൊന്നും വേറെ പണിയില്ലെന്നൊക്കെ ആൾക്കാർ പറയും. കൊള്ളാം. മരുന്നതിന്റെ ഇടയിൽ കൂടെ കേറ്റാനോ? ചോദിച്ച ചോദ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീഡിയോ കാണുന്ന സാധാരണക്കാരെ നിങ്ങൾ പറ. ഇതിപ്പം മേലുള്ള ആൾക്കാർ കാണുമ്പോൾ ചിലപ്പോൾ എന്നെ അങ്ങ് പൂളിടുവേ, കുഴപ്പമില്ല, വലിയ ആഗ്രഹമൊന്നും ഇല്ലടോ, പോകുന്നോടെ വരെ പോട്ടെ, ആ ഒരു മൂടാ. പക്ഷെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. മനസ്സിലായോ? അതിന് ഒരു ഭയം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പോയി പിന്നെ ജീവിച്ചിട്ട് വലിയ കാര്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇൻസുലിന്റെ കേസ്, ഒരു കാര്യം കൂടെ ഞാനത് എനിക്കിത് അയച്ചു തന്ന വ്യക്തിയോട് ചോദിച്ചപ്പോൾ അവരെന്നോട് ഒരു കാര്യം പറഞ്ഞു.
ചേട്ടാ പൊട്ടിച്ച ഇൻസുലിൻ 25°C താഴെയാണ് ടെമ്പറേച്ചർ എങ്കിൽ 4 ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പറയുന്നത്. അവനെ ഇൻസുലിൻ്റെ കാര്യങ്ങളൊക്കെ കേടാവുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പെണ്ണ് അയച്ചു കൊടുത്തതാണ്. കേക്ക് 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെ കേടാകാതിരിക്കും. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ കേടാവും. പിന്നെ പൊട്ടിക്കാത്ത ഇൻസുലിൻ എപ്പോഴും റെഫ്രിജറേറ്ററിൽ വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ വെച്ചാൽ അതിന് പുറത്തു വെക്കാനുള്ള കാലാവധി വരെ കേടാകാതെ ഇരിക്കും. ഓക്കെ, എന്നാൽ നിങ്ങൾ അത് പുറത്തെടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ അത് സാധാരണയായി 28 മുതൽ 42 ദിവസം വരെ ഉപയോഗിക്കാം. റോണി ചേട്ടാ, പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഐസ് ബോക്സിനെക്കാട്ടിലും തെർമോകോൾ ബോക്സിനെക്കാട്ടിലും ഒക്കെ ഉപയോഗിക്കും. ബട്ട് കൂൾ പാക്കുകളിൽ വച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ഇൻസുലിൻ കൊണ്ടുപോകാറുള്ളത് ബിക്കോസ് ഡയറക്റ്റ് ആയിട്ട് ഐസുമായി കോൺടാക്ട് വരാതെ നോക്കാനാണ്. പിന്നെ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോറേജ് ഇൻസ്ട്രക്ഷൻസ് കൂടി കണക്കിലാക്കേണ്ടതുണ്ട്. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്റെ സംശയങ്ങളാണ് ഞാൻ ഇവിടെ ചോദിച്ചത് മൊത്തം. അജ്വ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞു. എന്നിട്ടും ആ പെൺകുട്ടിയെ മാറ്റി ഇവിടെ ഇപ്പോ ഡോളോ, ആ ചേട്ടന്റെ വായിൽ നിന്ന് തന്നെ അറിയാതെ വന്ന ആ ഒരു ഡോളോ 650, അതിന്റെ ഞാനല്ല, അത് കേൾക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിലുള്ള ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ സംതിങ് ഫിഷി ആളുകൾക്ക് തോന്നുന്നു. അത് എന്നെ അറിയിച്ചു, ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, എനിക്ക് ഇത് അയച്ചു തന്ന ആ വ്യക്തിയോട് എന്നെയും കൂടെ ഇങ്ങനെ ഒന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച. സാധാരണ നമ്മളിത് കേൾക്കുമ്പോഴത്തേക്ക് അയ്യോ പുള്ളി ഡോളർ 650 കാര്യം പറഞ്ഞു പോയി, അറിയാതെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ, വിട്ടുകളയും. പക്ഷെ അത് ചില ആളുകൾക്ക് സ്ട്രൈക്ക് ആവുന്നത് ഇങ്ങനെയാണ്. ഇത്രയും ബാക്കി വന്നു, ഇതുപോലുള്ള ഒരു സംഘടനയിലൂടെ അത് വിറ്റഴിക്കാൻ, തട്ടിവിടാൻ എളുപ്പമാണ്. കൂടാതെ ഒരു BJP കളി, അത് ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അതും കൂടെ കിടക്കുമ്പോൾ സംശയങ്ങൾ തോന്നാം അല്ലെ? എനിക്ക് സംശയങ്ങൾ തോന്നി. നിങ്ങൾക്കോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ? താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയുക. ഇനി വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മരുന്ന് ബിസിനസ് ഒന്ന് ആലോചിച്ച് നോക്കി. സംഘടന വഴി ഇപ്പം എത്ര മരുന്നായിരിക്കും? ഒരുപാട് കളികളുണ്ട് ഇതിനകത്ത്. ഞാൻ കൂടുതൽ ഇതിനകത്ത് ഒന്നും പറയുന്നില്ല. ഈ ഒരു കാര്യത്തിൽ കൂടുതലും സംസാരിച്ചൊരു വ്യക്തി ഇദ്ദേഹമാണ് എല്ലാം കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഞാൻ കൂടുതലും, ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ പുള്ളി സബ് ചെയ്യണമെന്നില്ല, എല്ലാവരും സബ് ചെയ്യണം യൂഷ്വൽ സൈക്കോടെ ചാനൽ. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് പുള്ളിക്കാരൻ ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് വർക്ക് കൊണ്ടുവരുന്നത്. ഇതിന് ബാക്കി കൂടെ കാണാം. ചെറുതായിട്ട് ആ വാർത്തയും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതും കൂടെ ഒന്ന് കേട്ടോ നിങ്ങൾ. അഡ്ഹോക് സമിതി എന്ന സംവിധാനം തന്നെ അമ്മയിൽ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ഒരു സംവിധാനം അമ്മയിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അംഗങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അമ്മയുടെ ബൈലോ പ്രകാരം അഡ്ഹോക് സമിതി എന്നുള്ള സംവിധാനത്തെ പറ്റി പരാമർശമേ ഇല്ല. അതായത് ഏതെങ്കിലും കാരണവശാൽ ഒരു ഭരണസമിതി രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആ ഭരണസമിതി തന്നെ തുടരേണ്ടതുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതിയെ ചുമതല ഏൽപ്പിക്കുന്നവരെ ആ ഭരണസമിതി തുടരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ശ്വേതാ മേനോൻ അധ്യക്ഷയായിട്ടുള്ള സമിതി തുടരേണ്ടതാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ശ്വേതാ മേനോൻ രാജിവെച്ചിട്ടില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശരിക്കും ഒന്ന് കുത്തിയിരുന്നൊന്ന് അന്വേഷിക്കാനുണ്ട്. ശരിക്കും ഞാൻ 2 ദിവസം കുറച്ച് തിരക്കും കാര്യങ്ങളും ആയിപ്പോയി. അപ്പോഴും ചേട്ടൻ ഈ ഡീറ്റെയിൽ വന്നപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും അവിടെ ഇവിടെ നിന്ന് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. കുറേ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ എന്താണ്ട് ഈ ഒരു ഫയലിനകത്തുള്ള സാധനം ഉണ്ട്. അതെന്തായാലും ഞാൻ വിശദമായിട്ട് ഞാൻ പറയാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.